ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ശിഷ്യരാണ് എന്നതിൽ അഭിമാനിക്കുന്നവരാണ് നാം. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. ഗുരുവിൻ്റെ ദൗത്യം തുടരുക എന്നതാണ് ശിഷ്യരുടെ കടമ. ഐക്യപ്പെടാൻ വിട്ടുകൊടുക്കാത്ത, കംഫർട്ട് സോണുകളിൽ നിന്നും പുറത്തിറങ്ങാൻ മടിയുള്ള ആർക്കും ശിഷ്യൻ്റെ കുപ്പായം ചേരില്ല. തൻ്റെ ഭൂമിയിലെ ദൗത്യ നിർവഹണത്തിന് അല്പസമയം കൂടിയേ അവസാനിക്കുന്നുള്ളൂ എന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞു. നേരിട്ട് പോയി വചനം പ്രഘോഷിക്കാനുള്ള ഇടങ്ങൾ ഇനിയുമുണ്ട്. അതിനു മുന്നോടി എന്ന വണ്ണം താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി 72 പേരെ തിരഞ്ഞെടുത്ത് കർത്താവ് അയക്കുന്നു. അക്കാലത്തെ യഹൂദ പാരമ്പര്യമനുസരിച്ച് ലോകത്തിലാകെ 72 ഭാഷകൾ ഉണ്ട് എന്നതായിരുന്നു കണക്ക്. ആരെയും മാറ്റി നിർത്താതെ എല്ലാ ഭാഷക്കാരോടും സുവിശേഷം പറയുക എന്നത് ശിഷ്യരുടെ ദൗത്യമാണ് എന്നതിൻ്റെ സൂചനയാണ് ഈ സംഖ്യ. വിശുദ്ധ കുർബാനയിൽ നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന അനാഫറ പ്രാർത്ഥനയുടെ രചയിതാക്കളിൽ ഒരാളും തോമാസ് ശ്ലീഹായുടെ ശിഷ്യനുമായ മാർ അദ്ദായിയുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. ഇദ്ദേഹം ഈശോയാൽ അയക്കപ്പെട്ട 72 ശിഷ്യന്മാരിൽ ഒരാളാണ് എന്നതാണ് പാരമ്പര്യം. അയക്കപ്പെടുന്നവർക്കുള്ള വിജയമന്ത്രങ്ങളാണ് സുവിശേഷ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. ക്ലേശകരമായ സുവിശേഷ പ്രഘോഷണത്തിന് ഒറ്റയ്ക്കാരെയും അവിടുന്ന് പറഞ്ഞയക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. യാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈശോ ആദ്യം നൽകുന്നത്. ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടുന്ന് പറയുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കുഞ്ഞാടും ചെന്നായും ഒരുമിച്ച് താമസിക്കാറില്ല എന്ന് നമുക്കറിയാം. എന്നാൽ വിപരീതമായ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് വരാനിരിക്കുന്ന മിശിഹായുടെ ദിനങ്ങളെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ട് യേശയ്യാ പ്രവചിച്ചു. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അന്ന് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. സ്വയം രക്ഷയ്ക്കുള്ള കരുതലുകൾ ഒന്നും കൂടാതെയാവണം അപകടം പതിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ശിഷ്യർ പോവേണ്ടത് എന്നതാണ് സൂചന. പത്രോസിനെ പോലെ വാൾ കൂടെ കരുതരുത്. നിരായുധനായി കടന്നു ചെല്ലുന്നവനെ ശത്രുക്കൾ പോലും ശ്രദ്ധിക്കും. വഴിതോറും കടകളില്ലാതിരുന്ന അക്കാലത്ത് യാത്ര ചെയ്യുന്നവർ മടിശീലയും സഞ്ചിയും ചെരുപ്പുമൊക്കെ കൂടെ കരുതുമായിരുന്നു. ശിഷ്യൻ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഈശോ രണ്ടാമതായി പറയുന്നത്. യാത്രയ്ക്കായി സാധാരണ നടത്തുന്ന തയ്യാറെടുപ്പുകൾ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളതെല്ലാം ദൈവം ക്രമീകരിച്ചുകൊള്ളും. സ്വീകരിക്കുന്നവനും കൊടുക്കുന്നവനും അത് ഒരുപോലെ അനുഗ്രഹമായി തീരുകയും ചെയ്യും. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നാണല്ലോ തിരുവചനം. മൂന്നാമതായി അല്പം ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. ശിഷ്യൻ ഐക്യപ്പെട്ടിരിക്കുന്നത് വിളഞ്ഞു കിടക്കുന്ന വയലിലേക്കാണ്. എത്രയും വേഗമെത്തി ശേഖരിച്ചില്ലെങ്കിൽ വിളവ് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. അതിനാൽ വർത്തമാനം പറഞ്ഞ് വഴിയിൽ തങ്ങരുത്. ലക്ഷ്യം തെറ്റിപ്പോകാൻ അത് ഇടവരുത്തും. യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയാൽ അവിടുത്തെ താമസത്തെക്കുറിച്ചാണ് പിന്നീട് ഈശോ പറയുന്നത്. ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യം ആശംസിക്കണം. സുവിശേഷ പ്രഘോഷണം സമാധാനത്തിൻ്റെ ശുശ്രൂഷയാണ്. തിരുവചനം ഒന്നിപ്പിക്കാനുള്ളതാണ്, ഭിന്നിപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല. വചനം കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണം. മിശിഹ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. വചനം പകുത്തു നൽകുന്നവരെ ഓർമ്മിച്ചുകൊണ്ടാവണം മദർ തെരേസ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞത്: നീ പോകുന്നിടത്തെല്ലാം സ്നേഹം പരത്തുക. വന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെയല്ലാതെ ആരും നിന്നെ വിട്ടുപോകാൻ ഇടയാകാതിരിക്കട്ടെ. രണ്ടാമതായി ഈശോ യഹൂദരായ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് അത്ര എളുപ്പമല്ലാത്ത ഒരു കാര്യമാണ്. അവരോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. യഹൂദർക്ക് വിജാതീയ ഭവനങ്ങളിലെ ഭക്ഷണം നിഷിദ്ധമായിരുന്ന ഒരു കാലമായിരുന്നു അത്. പങ്കുവയ്ക്കലുകൾക്ക് ഭക്ഷണമേശകളേക്കാൾ നല്ലൊരു ഇടം ഇല്ലെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു എന്ന് അവിടുന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ. കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വിളമ്പുന്നത് കഴിക്കണമെന്നും ഈശോ ആവശ്യപ്പെടുന്നു. അവസാനമായി അരുതെന്ന് ഈശോ അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ വീടുതോറും ചുറ്റി നടക്കരുത്. ഭക്ഷണം തന്ന വീട്ടിൽ തന്നെ താമസിക്കണം. ഒരു ഭവനത്തിൽ തങ്ങിയ ശേഷം പിറ്റേ ദിവസം കൂടുതൽ സൗകര്യമുള്ള ഭവനം കാണുമ്പോൾ അങ്ങോട്ട് പോകരുത് എന്നാണ് ഈശോ പറയുന്നത്. ഊഷ്മളമായ ആതിഥ്യവും മെച്ചപ്പെട്ട ഭക്ഷണമേശകളും തേടി നടക്കുന്നവരാകരുത് സുവിശേഷ പ്രഘോഷകർ. ശിഷ്യന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് കൂടി വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ്
ഇന്നത്തെ തിരുവചന ഭാഗം അവസാനിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർ എല്ലാവരോടും പറയണം. അവിടെയുള്ള രോഗികളെ അവർ സുഖപ്പെടുത്തണം. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് രോഗസൗഖ്യം. ഒരുക്കത്തോടെ തിരുവചനം കേൾക്കുന്നവർക്ക് സൗഖ്യം തൊട്ടടുത്തുണ്ട്. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്നത് സങ്കീർത്തകന്റെ സാക്ഷ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിളവിൻ്റെ നാഥ, നിന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കണമേ. ആമേൻ.